അമ്പലത്തിൻ്റെ ട്രസ്റ്റിയായിട്ട് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അഭിജിത്ത് ചേട്ടനാണ്. അദ്ദേഹം ഈ അമ്പലത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഈ ഹനുമാൻ വിഗ്രഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നമ്മളോട് ഏതാനും കാര്യങ്ങൾ പറയും. പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരു ദിവസം, അതായത് പൗർണമി ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജാ കർമ്മങ്ങൾക്കായിട്ട് ക്ഷേത്ര നട തുറക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ 12 ദിവസവും, അതായത് മാസത്തിൽ ഒരു ദിവസം എന്ന കണക്കിൽ ഉത്സവം നടക്കുന്ന ക്ഷേത്രമായിട്ടാണ് പൗർണമിക്കാവിനെ പൊതുവെ അറിയപ്പെടുന്നത്. പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ളത് പൗർണമിക്കാവ് ബാല ത്രിപുര സുന്ദരി ദേവിയാണ്. ദേവിയെ സംബന്ധിച്ചിടത്തോളം 9 വയസ്സ് പ്രായമുള്ള ബാല ത്രിപുര സുന്ദരി ദേവിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മൂല പ്രതിഷ്ഠയായുള്ളത്. അതോടൊപ്പം തന്നെ ഹാലാസ്യ ശിവഭഗവാൻ, പഞ്ചമുഖ ഗണപതി ഭഗവാൻ, ആദിപരാശക്തി ദേവി, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശനീശ്വര ഭഗവാന്റെ വിഗ്രഹം, ശനീശ്വര ഭഗവാന്റെ വാഹനമായ കാക്കയ്ക്ക് 16 അടി നീളമാണുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ മാർബിളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആദിശക്തി ദേവിയുടെ മാർബിൾ വിഗ്രഹം, അതിപ്പോൾ കഴിഞ്ഞ പൗർണമി മാസമാണ് ഇവിടെ ക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. പൗർണമിക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കർക്കിടക മാസത്തിൻ്റെ ആരംഭ ദിവസമായ കേരളത്തിൻ്റെ ആധ്യാത്മിക മേഖലയിൽ ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് നാം ആചരിക്കുന്നത്. ഈ രാമായണ മാസത്തിൽ കന്യാകുമാരി ജില്ലയിലെ മൈലാടിയിൽ നിന്ന് 37 അടി ഉയരമുള്ള ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. ഈ വിഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ സ്വാമിയുടെ 5 സഹോദരന്മാരെ ഉൾപ്പെടെ ഭാരതത്തിലാദ്യമായി പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തോടൊപ്പം പ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ഹനുമാൻ സ്വാമിയുടെ 5 സഹോദരന്മാരായ ധൃതിമാൻ, കേതുമാൻ, യതിമാൻ തുടങ്ങി 5 പ്രതിഷ്ഠകൾ കൂടി മൈലാടിയിൽ അതിൻ്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ള ഈ വിഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരി ജില്ലയിലെ മൈലാടിയിൽ നിന്നും തിരിച്ച് അവിടെ പൂജാവിധികളോടെ ഈ വിഗ്രഹത്തിൻ്റെ ശില്പിയായിട്ടുള്ള മദനകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം വിഗ്രഹം നേരെ സുചീന്ദ്രം ക്ഷേത്രത്തിൽ അവിടുത്തെ തന്ത്രി മുഖ്യൻ്റെ കാർമ്മികത്വത്തിൽ താന്ത്രിക വിധി പ്രകാരമുള്ള യാത്രാ പൂജകൾ നടക്കുകയുണ്ടായി. തുടർന്ന് സുചീന്ദ്രത്ത് നിന്ന് നാഗർകോവിൽ വഴി ബാലരാമപുരം കരമന വഴി നേരെ പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ മുരളീധരൻ അവറുകൾ പുഷ്പാർച്ചന നടത്തി സ്വീകരിക്കുകയുണ്ടായി. അവിടെ നടന്ന പ്രത്യേക ചടങ്ങിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ആരതി പൂജകൾ നടന്ന ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഈ വിഗ്രഹം പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തുന്നത്. ഈ സന്നിധിയിലെത്തിയപ്പോൾ തന്നെ ഈ പ്രദേശത്താകമാനം ഭക്തജനങ്ങൾ ഈ വിഗ്രഹത്തെ വരവേൽക്കാനായി ഈ പൗർണമിക്കാവിലെത്തുകയുണ്ടായി. നമുക്കറിയാം, പൗർണമി ദിവസങ്ങളിൽ മാത്രമാണ് ഈ ക്ഷേത്രം നട തുറക്കുന്നത്. ഈ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം എത്തുന്നത് അറിഞ്ഞ് അന്യദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഈ വിഗ്രഹത്തെ സ്വീകരിക്കാനായി ഈ പൗർണമിക്കാവിൻ്റെ മുറ്റത്തെത്തുകയുണ്ടായി. ഇതാണല്ലേ ആദിശക്തി ദേവിയുടെ പ്രധാന നടുക്ക് കാണുന്നതാണ് ആദിശക്തി ദേവിയുടെ പ്രധാന വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ടോ തോന്നുന്നുണ്ടല്ലോ അകത്ത്. ഇത് ഏതാണ്ട് 28 അടി ഹൈറ്റാണ് വിഗ്രഹത്തിന് മാത്രമുള്ളത്. ഒറ്റക്കല്ല് മാർബിളിലാണ് തീർത്തിരിക്കുന്നത്. ഒരു രാജസ്ഥാനിൽ നിന്ന് ഒറ്റക്കല്ല് മാർബിളിൽ 36 കൈകളുള്ള ദേവിയെയാണ്. അവിടെ നിന്ന് ഇത് കൊത്തിയ ശില്പി എന്ന് പറയുന്നത് പുള്ളിക്കുടെ ഹൈറ്റ് വരണതെന്ന് പറയുന്നത് ഒരു 2 അടി ഹൈറ്റേ ഉള്ളൂ. അദ്ദേഹമാണ് ഇത്രയും പൊക്കത്തിലുള്ള ഈ ദേവിയുടെ അസൽ വിഗ്രഹം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. വെള്ള മാർബിളാണോ? ഇല്ല, പിന്നെ കറുത്ത മാർബിളിലാണ് ചെയ്തത്. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഹനുമാന്റെ വിഗ്രഹവും ചെയ്തിരിക്കുന്നത്. അതിനും പിന്നെ ഏതാണ്ട് 26 അടി ഹൈറ്റോളം ഉണ്ട്. എന്താണ് ഇത്ര വലിയ ഒരു ബിംബം തന്നെ വേണം ശ്രീകോവിലിനുള്ളിലേക്ക് എന്ന് വരാൻ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സവിശേഷതകളുള്ള വിഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. എല്ലാ വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളെന്ന് പറയുമ്പോഴേക്കും ആചാര രീതിയിലും വിധിപ്രകാരത്തിലുമൊക്കെ ആണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ മറ്റുള്ള ക്ഷേത്രത്തെ പോലെ ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബാലഭദ്രകാളി എന്നുള്ളൊരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ രീതിയിലുള്ള ഒരു വിഗ്രഹത്തിൽ ഒതുക്കുന്ന ഒരു പ്രവണത ഇവിടെ ഇല്ല. നമ്മളെല്ലാം ആചാര രീതിക്കാൻ സംരക്ഷിക്കാനും അതിലെ വിധിയിൽ പ്രകാരം എത്ര അടി ഹൈറ്റ് വേണം, അഭയവരദാനം എങ്ങനെയായിരിക്കണം, യവം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിശക്തി ദേവിയുടെ പൂർണ്ണരൂപമാണ്. നിൽക്കുന്ന രീതിയിലാണോ? നിൽക്കുന്ന രീതിയിലാണ്. ഒരു പൗർണമിക്കാണ് ഈ നട തുറക്കുന്നത്. എല്ലാ മാസവും പൗർണമിയുടെ നാളിൽ രാവിലെ 4 മണി മുതൽ രാത്രി 11 മണിക്കാണ് നട അടയ്ക്കുന്നത്. ഈ 11 മണിക്ക് തുറക്കും. വെളുപ്പിന് 4 മണിക്ക് തുറന്ന് പിന്നെ നട അടയ്ക്കുന്നില്ല. ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ പോറ്റിമാരുടെ വിശ്രമത്തിന് വേണ്ടിയിട്ട് മാത്രം അവർ പോകുന്നു, മറ്റു പോറ്റിമാരെത്തുന്നു. നട ഒരിക്കലും അടയ്ക്കുന്നില്ല. ഏതാണ്ട് 40,000-50,000 പേരാണ് ഒരു പൗർണമിക്ക് ഭക്തരായിട്ട് ഇവിടെ ആൾക്കാർ എത്തുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നീറുന്ന വിഷയങ്ങൾക്ക് അമ്മ ഒരു ക്ഷിപ്രപ്രസാദിയായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. ആ ഒരു രീതിയിൽ എല്ലാവരിലും മാറ്റമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISROയുടെ ചെയർമാൻ പോലും ഇവിടെ വന്നതിന് ശേഷമാണ് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. സോമനാഥ് സാർ ഡയറക്ടറായിരുന്ന സമയത്ത് 51 അക്ഷരദേവതകളെ ഈ ശ്രീകോവിലിൻ്റെ അകത്ത് കുടിയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അത് ഒന്ന് കണ്ടു തൊഴാൻ വേണ്ടി വന്നതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാറ്റം വളരെ ഇതായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന നെഗറ്റീവ് എനർജി മാറിക്കിട്ടി ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന് ലഭിക്കുകയും ഇന്ന് ലോകമറിയുന്ന ഒരാളായി മാറുകയും ചന്ദ്രായൻ പോലുള്ള വലിയ സംഭവങ്ങൾ ചെയ്ത് വലിയ മാറ്റങ്ങളിലേക്ക്. ചേട്ടന് പേഴ്സണലി ചേട്ടൻ ഇവിടുത്തെ ഇപ്പൊ ഒരു കാര്യദർശിയായിട്ട് സെക്രട്ടറി ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ആളാണ്. ചേട്ടനൊന്ന് പരിചയപ്പെടും. കാര്യദർശിയല്ല, ഞാൻ ഒരു സെക്രട്ടറി എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നു. പേരെന്തുവാണ്? എൻ്റെ പേര് വെള്ളാർ സന്തോഷം. ഈ ക്ഷേത്രം അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രമാണ്, അവരുടെ കുടുംബത്തിൻ്റെ കുലദേവത കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമായിട്ട് വളരെ ചെറിയ രീതിയിൽ ഒരു 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു ചെളിക്കുണ്ട് നിറഞ്ഞ ഒരു ചെളി കൊണ്ട് പൊക്കി കെട്ടിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കാലം മുമ്പാണ് ചേട്ടാ? ഇത് ഏതാണ്ട് ഒരു 15 കൊല്ലത്തേക്ക് മുമ്പായിരുന്നു അങ്ങനെ ഒരു കുടുംബക്ഷേത്രമായിട്ട് വന്നത്. അപ്പോൾ അതിൽ എന്ന് പറയുമ്പോഴേക്കും ആ കുടുംബത്തിലുള്ള അവരുടെ കൊച്ചുമക്കളൊക്കെ ദുർമരണങ്ങളിൽ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ കുടുംബത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുലദേവതയായിട്ട് പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബക്ഷേത്രത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് പോയവര് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആന്തരി മക്കളെല്ലാം ദുർമരണങ്ങളിൽ മരണപ്പെട്ടു. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ കണ്ട് ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വന്നപ്പോൾ അവർക്ക് മഠാധിപതിയായ സിംഹഗായത്രി എന്നാണ് അമ്മയുടെ പേര്. ആ അമ്മ എല്ലാ പൗർണമിക്കും ജനങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കും. എവിടെയാണ് അമ്മ ഈ ശ്രീകോവിലിന്റെ തൊട്ടടുത്ത് കാണുന്ന അമ്മയുടെ ദർശനം കൊടുക്കുന്ന റൂമുണ്ട് അവിടെ. ഇതിനകത്താണോ അത്? ഇതിനകത്താണ്. ശരി. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആ കുടുംബ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ തുടക്കമെന്ന്. അതിനു മുമ്പ് ശ്രീ ഉഗ്ര രക്തചാമുണ്ഡി ദേവിയുടെ ഒരു ഉപപ്രതിഷ്ഠ അടുത്തുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിനകത്തിരിക്കുന്ന രക്തചാമുണ്ഡി എന്ന് പറയുന്ന ഉഗ്രസ്വരൂപിണിയായ ദേവിയാണ്. അത് നമ്മളുടെ നീറുന്ന വിഷയങ്ങൾക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് വേണ്ടി നട തുറക്കുന്ന ഒരു അമ്പലമാണ്. അവിടെ നട തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതായത് നേറിക്കഴിയുന്ന ഏതെങ്കിലും ഒരു വിഷയം, ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് അമ്മ നടത്തി തരുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ഫലസിദ്ധി നേടിയ ഭക്തജനങ്ങൾ ഇവിടെ പിന്നെയും വരുന്നുണ്ടല്ലേ? 100%. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗർണമി നാളില് ഈ നട തുറന്ന് ദർശനം നേടാനായിട്ട് നിൽക്കുന്നതിന്റെ നീണ്ട ക്യൂ തന്നെ കിലോമീറ്റർ കണക്കിനാണ് റോഡ് വരെ പോകുന്നുണ്ട്. പൗർണമി കാവില് ഇവിടെ ആ ഒരു തിരക്കിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നട തുറക്കാത്ത ദിവസം തന്നെ നമ്മൾ ഈ ഒരു വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതും. ചേട്ടാ, നമുക്കതിന്റെ പിന്നിലൊന്ന് പോകാം. അവിടെ ഒരുപാട് നാഗദൈവങ്ങളുടെ നാഗർ, അതായത് ഒറ്റ കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന 5 മുഖങ്ങളുള്ള നാഗരുടെ ഇതിലാണ് ഈ നാഗരാജ, നാഗകന്യ, നാഗയക്ഷി കുടികൊള്ളുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം ഇതിന് കാവെന്നാണല്ലോ പേര്. അതെ, അങ്ങനെ ഒരു കാവ് സങ്കല്പം ഇവിടെ പണ്ട് കാട് പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. ആ കാവിനെ സംരക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. അവിടെ ഉഗ്ര രീതികളായിട്ടുള്ള നാഗങ്ങൾ വസിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ ധാരാളം ബിംബങ്ങളാണുള്ളത്. നമുക്കിത് വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല.
ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത് തന്നെയാണല്ലേ കാവെന്ന് പറയുന്നത്? ഇതാണ് കാവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരുടെ ഇതിലാണ്. അവരുടെ തീർത്താൽ തീരാത്ത നാഗദോഷങ്ങൾക്ക് ഇവിടെ വന്നാൽ 100% ആ പരിഹാരം നേടുന്നുണ്ട്. അവരുടെ ത്തെയാണ് ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇത്രയും ബിംബങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? നമ്മൾ ഒരു അമ്പലത്തിലും ഇത്രയധികം ബിംബങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കാര്യം ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വരുന്ന ജനങ്ങളുടെ അവരുടെ നീറുന്ന വിഷയങ്ങളിൽ എങ്ങനെ സംഭവിച്ചു എന്ന് കേട്ട് മനസ്സിലാക്കാനായിട്ട് 5 തമ്പുരാക്കന്മാരിവിടെ പൗർണമി നാളിൽ അനുഗ്രഹിച്ചിരിക്കും. അത് അവരുടെ അടുത്ത് നമ്മൾ ചെന്ന് നമ്മളുടെ നീറുന്ന വിഷയം പറയുമ്പോഴേക്കും അവരുടെ കാഴ്ചയിൽ കാണാൻ പറ്റും നമ്മൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അത് നാഗരുടെ പ്രീതിക്കുറവ് കൊണ്ടാണെങ്കിൽ ആ നാഗരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ പൈസ വാങ്ങിയുള്ള ആ പരിപാടിയില്ല. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പണം കൊണ്ടു നേടുന്നതല്ല. അവരുടെ അടുത്ത് പറയും നിങ്ങൾക്ക് നാഗരാജാവിൻ്റെ കോപം നിൽക്കുന്നു, ആ ഒരു നാഗരാജയുടെ വിഗ്രഹം നിങ്ങൾ സമർപ്പിച്ചാലേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിധിപ്രകാരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തമ്പുരാക്കന്മാർ കൊടുക്കും. അത് അവർ വാങ്ങി ഈ ഇവിടുത്തെ നാഗരാജാക്കന്മാരും നാഗയക്ഷിമാരും ഒക്കെ കുടികൊള്ളുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ദോഷം മാറിക്കിട്ടുമെന്ന് സംശയം വേണ്ട. അങ്ങനെ ഫലസിദ്ധി കൊണ്ട് മോക്ഷം നേടിയ ഭക്തജനങ്ങളാൽ അവരാൽ സമർപ്പിക്കപ്പെട്ട എണ്ണമറ്റ നാഗവിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം, പല അളവിലുണ്ട്. പണ്ട് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാവ് തീണ്ടാൻ പാടില്ല, വ്രതശുദ്ധിയോടുകൂടി മാത്രമേ ഇപ്പോൾ നമ്മളെപ്പോലെ ആയാലും ശരി, ഫോട്ടോ എടുക്കാനായാലും ശരി, ഇതിനകത്ത് വരാൻ പാടുള്ളൂ. ഒരുപക്ഷെ അവർ നമ്മളെ അനുവദിച്ചാലും അനുവദിച്ചില്ലേലും നമ്മൾ ആ മാന്യതകൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം ഇത് വിശ്വാസത്തിൻ്റെ മൂർത്തിഭാവമായ ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഫീലുണ്ട് ഉള്ള ഒരു കാവാണ്. ഈ കാവിലായിരുന്നു ആദ്യത്തെ ആ കാവിൽ ആദ്യമായിട്ട് ഒരു വീട്ടിൽ ദേവിയുടെ വിഗ്രഹം വെച്ചിരുന്ന സ്ഥലം എവിടെയാണ്? ഇതിനകത്ത് തന്നെയാണ് ദേവിയുടെ പഴയ കാലത്ത്, അതായത് ഇതൊരു വലിയ അമ്പലമായിരുന്നു. ഏതാണ്ട് 450 വർഷം പഴക്കമുള്ള ഒരു രാജരാജന്മാരുടെ ചോളന്മാരുടെ കാലത്തുണ്ടായിരുന്ന അവര് വെച്ചാരാധന നടത്തിക്കൊണ്ടിരുന്ന കപ്പൽശാലയൊക്കെ വിഴിഞ്ഞത്തുണ്ടായിരുന്ന സമയത്ത് വെച്ചാരാധന നടത്തിക്കൊണ്ടിരുന്ന അമ്പലമാണ് ഇത്. പക്ഷേ രാജാക്കന്മാരുടെ ആ പലായനം വന്ന സമയത്ത് ഇതിനെ രാജാക്കന്മാരുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ആളെ ഏൽപ്പിച്ചു. അദ്ദേഹം വേലു എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹം ഈ ക്ഷേത്രത്തെ നോക്കിക്കണ്ടു വരുന്ന സമയത്ത് അദ്ദേഹം ഈ രാജാക്കന്മാരുടെ എവിടെയാണ് പൊളിവിൽ പോയെന്നുള്ളത് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം പിടിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്ങോട്ട് പോയെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം ഒളിവിൽ താമസിച്ചു. അതിനുശേഷം ഇത് ക്ഷയിച്ചു കിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഇത് പങ്കിട്ടെടുത്തു. ഇത് ഏതാണ്ട് ഈ മേൾ മുതൽ താഴെ ആ കുളം വരെയും ഈ ക്ഷേത്രത്തിൻ്റെ വകയായിരുന്നു എന്നുള്ളതാണ് ദേവപ്രശ്നത്തിലെല്ലാം കണ്ടത്. ഇപ്പം മിത്രമന്ത്രിപ്പാടും മറ്റുള്ളവരുടെയൊക്കെ ചേർന്നാണ് ഇവിടെ ദേവപ്രശ്നം നടത്തിയതും ഈ ലോകമറിയുന്ന ക്ഷേത്രമായി മാറുമെന്നുള്ളതൊക്കെ ഈ ദേവി ഇവിടെ കൂടി കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സംരക്ഷണം ദേവിക്ക് കൊടുത്ത് ദേവിയെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകമറിയപ്പെടുന്ന ക്ഷേത്രമാകുന്നതോടൊപ്പം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വളരെ പോസിറ്റീവ് എനർജികൾ ലഭിക്കും എന്നുള്ളതൊന്നും സംശയമില്ല എന്നും പറഞ്ഞു. ഈ പൗർണമി നടന്നു വരുന്നു. ഈ പൗർണമിക്കാവ് എന്ന് പറയുന്ന ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ റൂട്ട് പറഞ്ഞു കൊടുക്കുക? നമ്മൾ റൂട്ടെന്ന് പറയണത് പല രീതിയിൽ വരാം. തിരുവനന്തപുരത്ത് തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പള്ളിച്ചൽ വിഴിഞ്ഞം ബസ്സിൽ കയറി പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് ചാവടി നട എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ ആണ് ഉള്ളത്. അവിടെ നിന്ന് വളരെ അടുത്താണ്. വെങ്ങാനൂർ കോവളം വഴി വരികയാണെങ്കിൽ കോവളം ബൈപ്പാസ് ബൈപ്പാസ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വെങ്ങാനൂർ വഴി ഈ ചാവടി നടയിൽ വന്ന് ഇങ്ങെത്തും. പല വഴികളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ധാരാളം ഭക്തജനങ്ങൾ വരട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ പല ആവലാതികൾ വ്യാധികൾ കൊണ്ട് ഈ കലികാലത്ത് നരയിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഒരാശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇത് നമ്മളിവിടെ നിന്ന് അറിഞ്ഞ കാര്യമല്ല. അത്രയധികം പ്രാധാന്യമുള്ളൊരു അമ്പലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനുഗ്രഹ വർഷങ്ങൾ നൽകുന്ന ഒരു ദേവതാ സങ്കല്പം, ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവിടേക്ക് നമുക്ക് വരാൻ കഴിയും. വളരെ അടുത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് വെങ്ങാനൂർ സിസിലിപുരം റൂട്ടിലാണ് ഈ അമ്പലം ഉള്ളത്. പിന്നെ ഇത് ഇവിടുന്ന് ഈ പൗർണമി നാളില് കണ്ണൂർ മുതൽ
അങ്ങ് കാസർഗോഡ് മുതൽ ഏതാണ്ട് ഇങ്ങേ അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബസ് വഴി ആൾക്കാർ ഒരുപാട് പേര് എത്തിച്ചേരാറുണ്ട്. എത്തുന്നുണ്ട്. ഇതെന്താണ് കുറെ പീഠങ്ങള്? ഇതൊക്കെ എന്ന് പറയുമ്പോൾ യാഗം നടന്നു, 2 യാഗം. ഈ 2 യാഗവും യാഗശാലയാണ് ആ കാണുന്നത്. അതാണ് യാഗശാല. മഹാകാളിക യാഗം നടന്ന ഇതായിരുന്നു. അവിടെ പിന്നെ വേദ പണ്ഡിതന്മാർക്കും പിന്നെ പുരോഹിതൻ, അതായത് പിന്നെ തമിഴ്നാട്ടിലെ ഇന്ത്യയിലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പിന്നെ അറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിമാരെല്ലാവരും കൂടി ചേർന്നാണ് ആ യാഗം, 2 യാഗവും നടന്നത്. എത്ര പേരുണ്ടായിരുന്നു? ഏതാണ്ട് 108 പിന്നെ പുരോഹിതന്മാരും സന്യാസികളുമായിട്ട് 108ഓളം പേര് ഇരുന്ന് 14 ദിവസം നീണ്ടു നിന്ന യാഗമായി. അതൊന്ന് വളരെയധികം മീഡിയ പ്രാധാന്യം കിട്ടിയ ഒരു ഇതായിരുന്നു ആ യാഗം. നമ്മളെല്ലാം അറിഞ്ഞ കാര്യവുമാണ്. ഇവിടെയാണല്ലേ ആ യാഗശാലയിലേക്ക് പോകുന്ന വഴി? ഇതാണ് ആ യാഗശാലയിലേക്ക് പോകുന്ന വഴി. നമ്മൾ സാധാരണ ഇങ്ങനെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു അത്യാധുനിക അമ്പലത്തിൻ്റെ ബിംബങ്ങളിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. വളരെ പുരാതനമായ ഒരു കാലഘട്ടത്തിൽ നിലനിന്ന ആചാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സിംബൽസും നമുക്ക് ഈ അമ്പലത്തിൽ കാണാൻ പറ്റും. നമുക്കിവിടെ ഇതെന്താണ്? ഈ ശ്രീകോവിലിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലാണോ ഈ മണിക്ക് നമ്മൾ? ഇത് ഒരു ആളുടെ സ്പോൺസറാണ് ഈ മണിമണ്ഡപം ചെയ്തത്. അദ്ദേഹമാണ് ഈ 2 മണിയും അമ്മയുടെ നട തുറക്കുന്ന സമയത്ത് ഈ 2 മണിനാദവും മുഴങ്ങണം എന്നുള്ളത് അമ്മയ്ക്ക് പ്രാധാന്യമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വകയായിട്ട് ചെയ്തു കൊടുത്തതാണ്. ചേട്ടാ, ഈ കേൾക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അവിടെ ആദിശക്തി ദേവി എന്ന് പറയുന്നത് ബാലസ്വരൂപിണിയും ഇവിടെ പൂർണ്ണസ്വരൂപിണിയാണ്. അപ്പൊ ഈ അമ്മ ദേവത എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്നത് പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി ദേവിയുടെ അമ്മയായിട്ടാണ് പിന്നെ ആദിപരാശക്തി വന്നത്. അച്ഛനായിട്ട് ഹാലാസ്യ ശിവഭഗവാൻ മേളിലുണ്ട്. അത് ശരി. അപ്പൊ ഈ മകൾക്ക് വേണ്ടി കാവലായി എടുത്ത് അമ്മ ഇത്രയധികം പിന്നെ ഉഗ്രമൂർത്തി സ്വരൂപിണിയായിട്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ പിന്നെ ഇടതുഭാഗത്തും അമ്മ വലതുഭാഗത്തുമായിട്ട് വേണമെന്നുള്ളത് ദേവീ നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഹാലാസ്യ ശിവക്ഷേത്രം ആ ഭാഗത്തായിട്ട് ദക്ഷിണ ഭാഗത്ത് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിൽ കാണുന്നത് പഞ്ചമുഖ ഗണപതിയുടെ ഒറ്റ കൃഷ്ണശിലയിൽ തീർത്തതാണ്. അത് തുറന്നാലേ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടത്, ഇത് ദേവി ബാലസ്വരൂപിണിയും അത് മാതൃസ്വരൂപിണിയുമാണ്. മാതൃസ്വരൂപിണി. ശരി. ഇത് പിതൃഭാവത്തിലാണ് ഹാലാസ്യ ശിവൻ ഇവിടെ ഉള്ളത്. അതെ, ഇതായിരുന്നു നമുക്കിവിടെ ഇത് കാണാനാ വന്നത്. പക്ഷെ നമ്മള് ഒറ്റ കൃഷ്ണശിലയല്ല, ഒറ്റ മാർബിളക്കല്ല് മാർബിളിലെ തീർത്ത നന്ദി ഭഗവാന്റെ വിഗ്രഹം. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ എല്ലാ വിഗ്രഹങ്ങളിലേക്ക് സൂം ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ വിഗ്രഹങ്ങളുണ്ട്. ആ ഒരു ബിംബങ്ങളെ നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ ചുടലമാടനും പിന്നെ ചങ്ങലമാടനുമാണ്. അതെ, അതൊക്കെ സ്വരൂപമാണ് ഇവയെല്ലാം. ഇത് ഒറ്റക്കല്ലില് അല്ലെ? ഒറ്റക്കൽ മാർബിൾ ശില്പമാണ്. അതെ. ഇവിടെ ഒരു വലിയ ശിവലിംഗമുണ്ട്. ശരിക്കും യാഗശാലയായിട്ട് ചെയ്തതാണല്ലേ അത്? ഇത് യാഗശാലയാണ്. ഇത് ഹോമകുണ്ടങ്ങളാണ്. ഇവിടെ വേറെയും ഹോമകുണ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ രൂപേണ ഇരിക്കുന്ന നന്ദിയെ കാണാം. അവിടെ നേരെ മുന്നിലായിട്ട് മഹാശിവലിംഗം പ്രതിഷ്ഠയുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഹനുമാൻ എന്ന് പറയുന്ന ദേവതാസങ്കല്പം ഇതിന്റെ പിന്നിലായിട്ടാണ് വരിക. ഇന്ത്യയിലാണോ ലോകത്തിലാണോ ഏറ്റവും ഉയരമുള്ള ഹനുമാൻ? ലോകത്തിലുള്ള ഏറ്റവും ഉയരമുള്ള ഹനുമാൻ എന്ന് മാത്രമല്ല, ഹനുമാന്റെ 5 സഹോദരങ്ങളെ കൂടി അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? ഒപ്പം വരുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രശസ്തിക്ക് മകുടോദാഹരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊൻതൂവലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലം. ധാരാളം ഭക്തജനങ്ങളുടെ ആശ്രയം, ആശ്വാസം. അത് ഇവിടെ വന്ന് അറിഞ്ഞവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. വ്യാധിയും ആദിയും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ധാരാളം പേർ ഇവിടെ വരികയും ഇവിടെ ഈ അമ്പലങ്ങളെ വിശിഷ്യ തൊഴുതു മടങ്ങി പരിഹാരങ്ങൾ ചെയ്ത് പോവുകയും ചെയ്തപ്പോൾ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് ഹാലാസ്യ ശിവക്ഷേത്രം. ഇത് പിതൃഭാവത്തിലും ഇത് ദേവി മകളുടെ ഭാവത്തിലുമാണ്. ആ ദേവീഭാവത്തിന് കാവലായി മാതൃസ്വരൂപിണിയായ ആദിപരാശക്തിയാണ് അവിടെ ഉള്ളത്. നമുക്കിതൊക്കെ
ഈ കാഴ്ചകളൊക്കെ കാണാം. പുതുതായിട്ട് തുടങ്ങിയ ഒരു അമ്പലം എന്ന നിലയിൽ ആണെങ്കിൽ പോലും പ്രശസ്തിയുടെ കാര്യത്തിൽ വളരെ പുരാതനമായ അമ്പലങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ഖ്യാതിയാണ് ഈ അമ്പലത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്താണ്, വെങ്ങാനൂരിനടുത്ത് സിസിലിപുരം റൂട്ടിലാണ് ഈ അമ്പലമുള്ളത്. പൗർണമിക്കാവ് എന്നാണ് അമ്പലത്തിന്റെ പേര്. പൗർണമി ദിവസങ്ങളിൽ വളരെ അധികം വിശേഷപ്പെട്ട ആരാധനകളും പൂജകളും നടക്കുന്ന ഒരു അമ്പലമാണ്. അന്ന് 40,000-50,000 ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഈ അമ്പലത്തിൽ ഒരു മാതൃഭാവത്തിലൊരു അമ്മ ആൾക്കാർക്ക് ദർശനം നൽകുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ പറ്റും. അമ്മയുടെ അരുളപ്പാട് കിട്ടാൻ വേണ്ടി അമ്മയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ധാരാളം പേർ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് അമ്മയുടെ ആ മുറിയുള്ളത്. അമ്മ നമ്മളോട് സംസാരിക്കും, ഭക്തരോട് സംസാരിക്കും. കന്യകാഭാവത്തിലുള്ള ദേവിയുടെ സങ്കല്പങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്ത് പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ ഈ സോപാനം, കട്ടള, കതക്, ശ്രീകോവിലിന്റെ പഞ്ചവർഗത്തറ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ഗ്ലാഡിങ്ങുകളാണ്. ഗ്ലാഡിങ് അല്ല, ഇത് മൊത്തം പുതിയാണ്. കരിങ്കല്ലില് കൃഷ്ണശിലയിലാണല്ലോ ക്ഷേത്രങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ആ കരിങ്കല്ലിന്റെ മുകളിൽ നമ്മൾ ഈ പിച്ചള ഷീറ്റ് പൊതിയാണ്. പഞ്ചലോകം അല്ലല്ലേ ഇത്? പഞ്ചലോകം അല്ല, പിച്ചള ഷീറ്റ് പൊതിഞ്ഞെടുക്കുക. അപ്പൊ അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ടീം എവിടെ നിന്നാണ്? നമ്മൾ മാന്നാറ്. നമ്മളൊരു 15 പേരോളം ഉണ്ട് വർക്കിന് ഇവിടെ. നമ്മൾ പരമ്പരാഗതമായി ഈ വർക്ക് ഇത് മാത്രമേ ചെയ്യുള്ളൂ? അതേ ശില്പങ്ങളുണ്ട്, താഴേക്കൂടെ വിഗ്രഹങ്ങളുണ്ട്, ഗോളക, അങ്കി, പ്രഭ, ഇങ്ങനെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള പൂജ സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്തു. നമ്മുടെ പേരെന്താണ്? എൻ്റെ പേര് ഗണേശ്. നമ്മൾ തന്നെയാണോ ഇതിന്റെ പ്രധാനി എന്ന് പറയുന്നത്? എൻ്റെ അനിയനാണ്. അനിയന്റെ പേര് അയ്യപ്പൻ. അദ്ദേഹമാണ് കോൺടാക്ട് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് കൈലാസ് ഹാൻഡിക്രാഫ്റ്റ് മാന്നാർ. കൈലാസ് ഹാൻഡിക്രാഫ്റ്റ്സ് മാന്നാർ. അവിടെ എല്ലാ വിധത്തിലുള്ള ശില്പങ്ങളും ചെയ്യുന്നുണ്ടോ? ശില്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളി, ചെമ്പ്, പിച്ചള എന്നീ ലോകത്തിൽ നമ്മൾ ചെയ്യും. ഗോള, അങ്കി വിഗ്രഹങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രഭ ചെയ്യുന്നുണ്ട്. കൊടിമരം, കെടാവിളക്കുകൾ,